സുപ്രീംകോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം ലഭിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് ഉടൻ പുറത്തിറങ്ങും. കെജ്രിവാളിനെ സ്വീകരിക്കാൻ ആം ആദ്മി പ്രവർത്തകർ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. തിഹാർ ജയിലിന് മുന്നിൽ നിന്നും സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ആം ആദ്മി പ്രവർത്തകർ വലിയ ആഘോഷത്തിലാണ്. ലഡ്ഡു വിതരണം ചെയ്യുന്നു. അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കാൻ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് സജ്ജമായിക്കൊണ്ടിരിക്കുന്ന വലിയ ആഘോഷമാണ് ദില്ലിയിലെങ്ങും. അദ്ദേഹം എപ്പോഴത്തേക്ക് പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? നീലിമ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തിഹാർ ജയിലിൽ നിന്നും കെജ്രിവാൾ പുറത്തേക്കിറങ്ങും. ഇവിടെ വലിയ തിരക്ക് തന്നെയാണ്. ആം ആദ്മി പാർട്ടി നേതാക്കളുടെയൊക്കെ വലിയ തിരക്ക് തന്നെ ഇവിടെ കാണുന്നുണ്ട്. വലിയ സന്നാഹമാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ജയിലിന് മുന്നിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ കെജ്രിവാൾ പുറത്തേക്കിറങ്ങാനാണ് സാധ്യതയുള്ളത്. നമുക്കറിയാം, വലിയ നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്, ജാമ്യം കിട്ടിയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും വലിയ തരത്തിലുള്ള ആവേശമാണ് ആം ആദ്മി പാർട്ടി നേതൃത്വത്തിനും നേതാക്കൾക്കും ഇവിടെ ഉള്ളത്. വലിയ ആയിരക്കണക്കിന് ആളുകളാണ് ജയിലിന് മുന്നിൽ തടിച്ചു കൂടിയിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ഈ വിഷയത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അദ്ദേഹം എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അർദ്ധസൈനിക വിഭാഗം, പോലീസ് അടക്കം ഇവിടെ തടിച്ചു കൂടിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വലിയ ആവേശം തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കും നേതാക്കൾക്കും ഉള്ളത്. നീലിമ, സ്വാതി, ജാമ്യ വ്യവസ്ഥകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാമെന്ന് കോടതി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിന്റെ കാര്യം പരാമർശിച്ചു പോകരുത് എന്നൊരു പ്രത്യേക നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും, ഈ പ്രചാരണ രംഗത്ത് നിന്നും കെജ്രിവാളിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ 50 ദിവസമായി ജയിലിലിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ EDയുടെ, കേന്ദ്ര സർക്കാരിന്റെ, BJPയുടെ ആ നീക്കത്തിനല്ലേ സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്? അതെ നീലിമ, അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം ആം ആദ്മി പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഒരു ഏകാധിപത്യ ഭരണമാണ് മോദി ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്തുവാൻ വേണ്ടി കെജ്രിവാളിനെ, ഒരു മുഖ്യമന്ത്രിയെ തന്നെ ED ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളൊക്കെ തുടർന്നിട്ടും സത്യമാണ് ജയിക്കുന്നത് എന്നതിനൊരു തെളിവാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാന നേതാവ്, ദില്ലി മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജനാധിപത്യം എവിടെയും ജയിക്കുമെന്നതിന് തെളിവാണ് ഇത് എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിബന്ധനകൾ പറയുന്നുണ്ടെങ്കിലും പ്രചാരണത്തിൽ പൂർണ്ണമായും സജീവമാകുന്നതിന് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഹരിയാന, പഞ്ചാബ്, ദില്ലി അടക്കമുള്ള കേന്ദ്രങ്ങളിൽ വലിയ തരത്തിൽ ഇന്ത്യ മുന്നണിക്കും ആം ആദ്മി പാർട്ടിക്കും സ്വാധീനമുള്ള ഈ ഭാഗങ്ങളിലൊക്കെ തന്നെയും പ്രചാരണത്തിന് പൂർണ്ണമായും ഇറങ്ങാൻ വേണ്ടി കെജ്രിവാളിന് കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ വിധിയിൽ നമുക്ക് ഏറ്റവും കൂടുതലായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും കേന്ദ്രത്തിനും EDക്കും ലഭിച്ചിട്ടുള്ള വലിയ തിരിച്ചടി തന്നെയായി തന്നെ ഈ ജാമ്യത്തെ വിലയിരുത്തേണ്ടി വരും. നീലിമ, സ്വാതി, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹത്തിന്റെ ജാമ്യ ഉത്തരവ്, സുപ്രീം കോടതിയിൽ നിന്നുള്ള ജാമ്യ ഉത്തരവ് ഇപ്പോൾ തിഹാർ ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ അവിടെ പൂർത്തിയാക്കുകയാണ്. അത് ശരിയായതിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയമാകുമ്പോഴേക്കും സ്വാതിയിലേക്ക് എത്താം.